ഫോറസ്റ്റാണ് തന്നെ. ഈ ഫോറസ്റ്റുകാരെ വിളിച്ചിട്ട് ഇവര് ഫോൺ എടുക്കൂല. എന്നിട്ട് അയൽക്കത്ത് ആശുപത്രി നിവർത്തിയില്ല. രണ്ട് സൈഡിലും ആനയാ, ഒരു സൈഡിൽ തോട്, ഒരു സൈഡിൽ റോഡ്. അതിന് നടുക്ക് ഞങ്ങൾ എന്നും ആനയുടെ ശല്യം ഉണ്ടല്ലേ? വളരെ കൃത്യമായിട്ട് ഫെൻസിങ് ചെയ്തിട്ടില്ല ഇവിടെ. ചെയ്യില്ല അവര്. ഞങ്ങൾ എത്ര പ്രാവശ്യം ഇവരുടെ അടുത്ത് പോയി, അവര് ഫെൻസിങ് ചെയ്യില്ലാന്നേ. ആനേനെ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആന നാട്ടിലേക്ക് ഇറങ്ങൂലെന്ന്. അപ്പൊ നാട്ടില് സംരക്ഷിക്കാം. ഞങ്ങൾക്ക് ഇവിടെ ആർക്കും സംരക്ഷണം എത്ര കുടുംബങ്ങളുണ്ട്? ഞങ്ങൾക്ക് 14 കുടുംബം തന്നെ ഉണ്ട് ആ കാടിനുള്ളിൽ തന്നെ. അതേപോലെ 10-300 കുടുംബക്കാരെ ഞങ്ങൾ ഈ റോഡിൽ കൂടെ റോഡിൽ കൂടെ ആന നിരന്നിരിക്കണോ? ഇപ്പൊ ഏത് ഭാഗത്ത് ആന ഉള്ളത്? ആന ഈ മേളിലേക്ക് കയറി നോക്കാം. ആനയുണ്ട്. ഈ ഇവിടുന്ന് ഈ ഇരക്കാട്ടിന് ആ മേളിലേക്ക് കയറി നോക്കി. അവിടെ എന്തോ ഒരു ആനയാന്ന് നോക്കിയേ. ചെന്ന് ഈ ഇല്ല, അതേ പോലീസുകാരോട് ചെന്ന് നോക്കാം. നാട്ടുകാരെ കൈ വെച്ചില്ല അവര്. നാട്ടുകാരെ കൈ വെച്ചില്ല. ഇവരോട് ആ മേളിൽ കയറി ആനേനെ ഒന്ന് ഓടിച്ചിടാൻ പാ. ഞങ്ങളുടെ വീട്ടിലേക്കാണ് ആനനെ ഓടിക്കാൻ പോണത്. നിങ്ങളുടെ വീട്ടിലെ ആണുങ്ങളുടെ ജോലിയാണ് ഇപ്പൊ ഫോറസ്റ്റുകാർ. എന്നിട്ട് അവരൊന്നും അറിയാത്തോളം ഇരിക്കും. അവരൊന്നും അറിഞ്ഞിട്ടില്ല. ഇത്രയും പോലീസുകാർ ഇത്രയും വാഹനങ്ങൾ ഇവിടെ വന്നല്ലോ. ഒരു ജനങ്ങൾക്ക് എന്തെങ്കിലും സംരക്ഷണം കൊടുക്കാനുള്ള രീതി ഇവര് ചെയ്തോ? ഞങ്ങൾക്ക് ചെയ്തോ? ഇവരെന്താ പോലീസുകാരും ഫോറസ്റ്റുകാരും നാടിനോട് ചെയ്തോ? പോയിപ്പോ ആ ചേച്ചി അവർക്ക് പോയി, ആ കുടുംബക്കാർക്ക് പോയില്ല. രാവിലെ പണിക്ക് പോയതാ ചേച്ചി. പണിക്കൊന്നല്ല, ചേട്ടന് ചായ കൊണ്ട് പോയതാ. ചേച്ചി കാട്ടിൽ പോയതല്ല, വിറകിന് പോയതല്ല, പുല്ല് വെട്ടാൻ പോയതല്ല, സ്വന്തം വീട്ടിലുള്ള പണിയായിരുന്നു. അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. ഞങ്ങളുടെ വീട്ടിൽ അമ്മയും പെങ്ങളുമാരും ഉള്ളയാ. അല്ലെ നമ്മൾ ആ ചെറ്റത്തരം കാണിക്കത്തില്ല. ഞങ്ങൾ അങ്ങനെ കോമഡി ആയിട്ട് നടക്കത്തില്ല. ഞങ്ങൾ ന്യൂസ് ചാനൽ നമ്മൾ സത്യസന്ധ കോമഡി കാണിക്കുന്നവരെ മേളിൽ കാണും. പക്ഷെ നമ്മളെ കാണിക്കില്ല. സത്യസന്ധമായിട്ട് അത് ലവന്മാര് കാണിക്കും. ഈ വലിയ നമുക്ക് കൊടുക്കുന്ന കാശ് വേണ്ട. ഈ ചേച്ചിമാര് പറഞ്ഞ അതുപോലെ നമ്മൾ ഒരു വ്യത്യാസം വരില്ല. ഈ ചേച്ചിമാർ എന്ത് പറഞ്ഞാൽ നമ്മൾ കൃത്യമായിട്ട് കൊടുക്കും. പിന്നെ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് പറഞ്ഞു അത് കൃത്യമായിട്ട് നമ്മൾ കൊടുക്കും. ഒരിക്കലും നമ്മൾ വലിയ കാശ് മേടിച്ച് ചെറ്റത്തരം നമ്മൾ കാണിക്കത്തില്ല. നിങ്ങളുടെ പ്രശ്നങ്ങൾ നമ്മൾ ജനങ്ങളിലേക്ക് എത്തിച്ചിരിക്കും. തീർച്ചയായിട്ടും നിങ്ങളുടെ ആവശ്യം ന്യായമാണ്. അത് ജനങ്ങളിലേക്ക് നമ്മൾ എത്തിച്ചിരിക്കും. ഞങ്ങൾ ഇവിടെ തന്നെ വന്നിട്ടുണ്ട്. ഇരിക്കുമ്പോ ഇവിടെ ആന ശല്യം ഇല്ലായിരുന്നു. ഇപ്പൊ കുറച്ച് നാളായിട്ട് ഈ ആനയുടെ ശല്യം ഇത്ര ആയത്.